മഹാരാഷ്ട്രയിൽ കരിമ്പ് കൃഷിയുടെയും പഞ്ചസാര ഫാക്ടറികളുടെയും കേന്ദ്രം ബാരാമതിയിൽ ഇത്തവണ എരിവേറിയ തെരഞ്ഞെടുപ്പ് പോരാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് ശരത് പവാറും മകൾ സുപ്രിയ സുലെയും ലോക്സഭയിലേക്ക് തോൽവി അറിയാതെ ജയിച്ച മണ്ഡലം. ശരത് പവാറിന്റെ സഹോദരപുത്രൻ അജിത് പവാർ മറുകണ്ഠം ചാടി NCP പുലർത്തിയതോടെ ബാരാമതി രാഷ്ട്രീയത്തിലും പവാർ കുടുംബത്തിലും പരീക്ഷണശാലയായി. സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ശരത് പവാർ രാഷ്ട്രീയം തുടങ്ങിയ മണ്ണാണ്. അജിത് പവാർ അവർക്ക് ദാതയാണ്. ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 1991 മുതൽ തുടർച്ചയായുള്ള ജയമാണ് അജിത് പവാറിൻ്റേത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സുപ്രിയ സുലെയുടെ വിജയങ്ങളിൽ അജിത് പവാറിന്റെ സ്വാധീനവും ഉണ്ടായിരുന്നു. ഇത്തവണ കഥ മാറി. സുപ്രിയ സുലെയുടെ പാർലമെന്റിലെ പ്രകടനവും ശരത് പവാറിനെ ചതിച്ചുപോയ അജിത് പവാർ എന്ന പ്രചാരണവും വോട്ടാകുമെന്ന് ശരത് പവാർ ക്യാമ്പ് കരുതുന്നു. തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്ലോക്ക് ഇല്ലാത്തത് സുപ്രിയയ്ക്ക് തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണ് സുനേത്രയുടേത്. പ്രധാനമന്ത്രി സുനേത്രയ്ക്കായി മണ്ഡലത്തിലെത്തി വോട്ട് ചോദിച്ചു. അജിത് പവാർ നേരിട്ടാണ് തിരഞ്ഞെടുപ്പ് ഏകോപനം. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കണ്ടു. ഇനി കുടുംബക്കോട്ട നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്കാണ്. ഉത്തർപ്രദേശിലെ മൈൻപുരി, രാഷ്ട്രീയ അതികായൻ മുലായം സിംഗ് യാദവിന്റെ ജന്മസ്ഥലം. 3 പതിറ്റാണ്ടായി മുലായമോ സമാജ്വാദി പാർട്ടിയോ മാത്രം ജയിക്കുന്ന ഇടം. മുലായമില്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണിത്. മണ്ഡലം നിലനിർത്താൻ കളത്തിൽ മുലായത്തിന്റെ മരുമകൾ ഡിംപിൾ യാദവാണ്. മുലായത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡിംപിൾ വലിയ ഭൂരിപക്ഷത്തിലാണ് മൈൻപുരിയിൽ ജയിച്ചത്. ആ സഹതാപ വോട്ടുകൾ ഇത്തവണയും തുണയ്ക്കുമെന്നാണ് SP-യുടെ പ്രതീക്ഷ. മണ്ഡലം പിടിക്കാൻ BJP ഇറക്കിയത് സംസ്ഥാന മന്ത്രി ജയ്വീർ സിംഗിനെയാണ്. എന്നാൽ മത്സരം കടുത്തത് BSP യാദവ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയതോടെയാണ്. ഡിംപിൾ യഥാർത്ഥത്തിൽ രജപുത് സമുദായ അംഗമാണെന്നും അഖിലേഷുമായുള്ള വിവാഹശേഷം യാദവ് എന്ന് പേരിനൊപ്പം ചേർത്തതുമാണെന്നാണ് BSP സ്ഥാനാർത്ഥി ശിവപ്രസാദ് യാദവിന്റെ പ്രചാരണം. മകൾ അതിഥിയും അമ്മ ഡിംപിളിനായി പ്രചാരണത്തിൽ സജീവമാണ്. കുടുംബകഥ തീർന്നില്ല. കർണാടകത്തിലെ ഷിമോഗയിലേക്കാണ്. കന്നഡ രാഷ്ട്രീയത്തിലെ പ്രബല കുടുംബങ്ങളിൽ നിന്നുള്ളവർ തമ്മിലുള്ള ത്രികോണ പോരാണ് അവിടെ. സാക്ഷാൽ യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രയാണ് BJP സ്ഥാനാർത്ഥി. മുൻ മുഖ്യമന്ത്രി S ബംഗാരപ്പയുടെ മകൾ ഗീത രാജ്കുമാർ കോൺഗ്രസിനായും കളത്തിലുണ്ട്. ഇതിനിടയിലാണ് സംസ്ഥാന BJPയുടെ മുൻ അധ്യക്ഷൻ KS ഈശ്വരപ്പയുടെ കടന്നുവരവ്. മകൻ KE കാന്തേഷിനെ ഹാവേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാതിനെ ചൊല്ലിയാണ് ഈശ്വരപ്പ ഇടഞ്ഞതും പിന്നെ പാർട്ടിക്ക് പുറത്തായതും. ശേഷം യെദ്യൂരപ്പയുടെ മകനെതിരെ മത്സരിക്കാൻ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ ഈശ്വരപ്പ തന്നെ കളത്തിലിറങ്ങി. മോദിയുടെ പേര് പറഞ്ഞ് വോട്ട് തേടൽ. ഈശ്വരപ്പ നിസാരക്കാരനല്ല. പത്രികാ സമർപ്പണത്തിനെത്തിയ ആളുകളുടെ എണ്ണം BJP ക്യാമ്പിന്റെ നെഞ്ചിടിപ്പേറ്റിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടായി ബംഗാരപ്പ യെദ്യൂരപ്പ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് ഷിമോഗ. ഇത് തന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് പ്രഖ്യാപിച്ചാണ് ദിഗ്വിജയ് സിംഗ് വീണ്ടും ഒരിക്കൽ കൂടി മധ്യപ്രദേശിലെ രാജ്ഘട്ടിലേക്ക് എത്തുന്നത്. 40 വർഷം മുമ്പ് ലോക്സഭയിലേക്ക് ദിഗ്വിജയ് സിംഗിന്റെ കന്നി ജയവും ഇവിടെ നിന്നായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭോപ്പാലിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനോടുള്ള വമ്പൻ തോൽവിയുടെ നാണക്കേട് മാറ്റാൻ കൂടിയാണ് ദിഗ്വിജയ് സിംഗിന്റെ ഈ വരവ്. 4.25 ലക്ഷം ഭൂരിപക്ഷത്തിന് BJP ജയിച്ച മണ്ഡലത്തിൽ ദിഗ്വിജയ് സിംഗിന്റെ പ്രതിച്ഛായ തന്നെയാണ് കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ. സിറ്റിംഗ് MP റോഡ്മാൽ നഗർ തന്നെയാണ് ഇക്കുറിയും BJP സ്ഥാനാർത്ഥി. 40 വർഷമായി കോൺഗ്രസും BJPയും മാറി മാറി ജയിച്ച മണ്ഡലം. ദിഗ്വിജയ് സിംഗിന്റെ സഹോദരൻ ലക്ഷ്മൺ സിംഗ് കോൺഗ്രസ് BJP ടിക്കറ്റുകളിൽ ഇവിടെ നിന്നും വിജയിച്ചിട്ടുണ്ട്. ബംഗാളിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്ന് CPM പ്രതീക്ഷ വയ്ക്കുന്നു. ബംഗാളിലെ മുർഷിദാബാദ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് രംഗത്തുള്ളത്. കോൺഗ്രസുമായുള്ള സഖ്യം തന്നെയാണ് CPMന്റെ പ്രതീക്ഷ. കിട്ടാക്കനിയല്ല CPMന് മുർഷിദാബാദ്. ഈ കണക്ക് നോക്കൂ. കഴിഞ്ഞ തവണ 41.57% വോട്ട് നേടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ജയിച്ചത്. കോൺഗ്രസിന് കിട്ടിയത് 26%, BJPക്ക് 17%, CPMന് 12%. ഇനി 2014 അത്തവണ CPMനായിരുന്നു ജയം. 1980 മുതൽ CPM തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് മുർഷിദാബാദ്. 2019 ബംഗാളിൽ ഒറ്റ സീറ്റും CPMനുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPM ഏറ്റവും പ്രതീക്ഷ വെക്കുന്നതും ഇപ്പോൾ മുർഷിദാബാദിലാണ്. 5 തീപാറി. ആരാകും കരുത്തു തെളിയിക്കുക? കാത്തിരിക്കാം.